ഹലോ കൂട്ടുകാരെ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ പാലപ്പം നമുക്ക് വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3-4 ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സിയിൽ അടിഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഈ അരിപ്പൊടി നല്ലതുപോലെ വെള്ളത്തിലൊന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് അധികം വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആദ്യം നമുക്ക് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റും കൂടെ ചേർത്ത ശേഷം നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ അരച്ചു കൊണ്ടുവന്ന ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അതേ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ പഞ്ചസാര ഏറ്റവും ലാസ്റ്റാണ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചോറും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ചും കൂടെ കട്ടയാവുന്നതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഇതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അടിഞ്ഞു കിട്ടില്ല. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഫൈനായിട്ട് അരച്ച് ഈ മിക്സും ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലപ്പത്തിന് സ്വല്പം മധുരം വേണമെന്നുള്ളവർക്ക് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ മാവിനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇത് ശരിക്കും 2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി കിട്ടും. ഞാനിതിപ്പോൾ രാവിലത്തേക്ക് വേണ്ടി അരച്ചു വെച്ചിരിക്കുന്നതാണ്. നല്ലതുപോലെ പൊന്തി മുകളിലേക്ക് വന്ന് മാവ് കുറച്ച് കവിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട ശേഷം ഈ പതയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അപ്പച്ചട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനൊരു 1/4 ഈ ഒരു തവിയിൽ 1/4 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ബബിൾസ് ഒക്കെ ഒന്ന് വരണം. ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചില്ല എങ്കിൽ അപ്പത്തിൻ്റെ സൈഡ് വശമൊക്കെ നല്ലതുപോലെ മുരിഞ്ഞും കളറും മാറിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അപ്പം ഒന്ന്
ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ബബിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പമൊക്കെ വശങ്ങളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൂ പോലെ ഇരിക്കുന്ന പാലപ്പമാണ്. അപ്പോൾ നിങ്ങൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.